Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ചെറുകുന്ന് പള്ളിച്ചാലിൽ നിർത്തിയിട്ട ഓട്ടോയിലും സ്കൂട്ടറിലും കാറിടിച്ച് അപകടം. ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ ഇരിണാവ് കൊട്ടപ്പാലത്തെ കാവിലെവളപ്പിൽ ശിവദാസൻ എന്ന ബാബു പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലാണുള്ളത്. കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ റോഡരികിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. ഓട്ടോറിക്ഷ സമീപത്ത് നിർത്തിയിട്ട സ്കൂട്ടറിലും ഇടിച്ചു. ഓട്ടോറിക്ഷ സമീപത്തെ കടയിൽ സാധനമിറക്കാൻ നിർത്തിയിട്ടതായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ KV ശിവദാസനെ ആദ്യം ചെറുകുന്നിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കണ്ണൂരിലെ ആശുപത്രിയിലും തുടർന്ന് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. ബുധനാഴ്ച രാവിലെ 11 മണിയോടെയാണ് അപകടം നടന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വികസന കുതിപ്പിനിടയിലും പരിയാരം ദേശീയപാതയോരം മാലിന്യം തള്ളാനുള്ള ഇടമാകുന്നു. പരിയാരം മെഡിക്കൽ കോളേജിനും ആയുർവേദ കോളേജിനും ഇടയിലുള്ള പ്രദേശമാണ് ഇപ്പോൾ മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുന്നത്. 2 പ്രമുഖ ആരോഗ്യ കേന്ദ്രങ്ങൾക്കിടയിലുള്ള ഈ ദുരവസ്ഥ അധികൃതരുടെ കണ്ണു തുറപ്പിക്കുന്നില്ലെന്നത് പ്രതിഷേധത്തിന് ഇടയാക്കുന്നു. പൊതുശുചിത്വത്തിന്റെ കാര്യത്തിൽ ശരാശരി മലയാളിയുടെ നിലവാരം ഇന്നും പരിതാപകരമായി തുടരുന്നു. സ്വന്തം വീടും പരിസരവും അടിച്ചുവാരി വൃത്തിയാക്കി ആ മാലിന്യം കവറിലാക്കി അടുത്തുള്ള തോട്ടിലോ ആളൊഴിഞ്ഞ പറമ്പിലോ പൊതുനിരത്തിലോ നിക്ഷേപിക്കുന്ന സാംസ്കാരിക വൈകല്യം തിരുത്താൻ ഇനിയും തയ്യാറാവാത്തതിന് ഉദാഹരണമാണ് പരിയാരത്തെ ഈ കാഴ്ച. റോഡരികിൽ അലക്ഷ്യമായി തള്ളിയ മാലിന്യങ്ങളിൽ ഭൂരിഭാഗവും പൊട്ടിയ ക്ലോസറ്റുകളും വാഷ് ബേസുകളും പ്ലാസ്റ്റിക്കുകളുമാണ്. പുനരുപയോഗിക്കാൻ കഴിയാത്ത പ്ലാസ്റ്റിക് കവറുകൾ, ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റ് രാസമാലിന്യങ്ങളും, പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന ക്ലോസറ്റുകൾ തുടങ്ങി എല്ലാത്തരം മാലിന്യങ്ങളും ഇവിടെ ഒരു മര്യാദയും പാലിക്കാതെ കൊണ്ടുതള്ളിയിരിക്കുകയാണ്. ഈ ഭാഗങ്ങളിൽ മാലിന്യം തള്ളുന്നത് പതിവായതോടെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുമെന്നും കർശന നടപടി സ്വീകരിക്കുമെന്നും അധികാരികൾ മുൻപ് നാട്ടുകാർക്ക് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും ഒരു ക്യാമറ പോലും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. അധികൃതരുടെ ഈ നിസ്സംഗത മാലിന്യ മാഫിയയ്ക്ക് മാലിന്യം തള്ളാനുള്ള ലൈസൻസ് നൽകുന്നതിന് തുല്യമാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഈ ഭാഗത്ത് മാലിന്യം തള്ളുന്നത് പതിവാണ്. ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും അതിനൊരു പരിഹാരം കണ്ടെത്താനായില്ല. നിരീക്ഷണ ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിക്കണമെന്ന് പറഞ്ഞിട്ടും അതിനും പരിഹാരമായില്ല. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. കേരള ലളിതകലാ അക്കാദമി കാനായി മീൻകുഴി ടൂറിസ്റ്റ് സെന്ററിൽ സംഘടിപ്പിച്ച നവോത്ഥാന ശില്പോദ്ധാന ക്യാമ്പ് സമാപിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി നിർമ്മിച്ച നവോത്ഥാന നേതാക്കളുടെ ശില്പങ്ങൾ മുൻ MLA TV രാജേഷ് നാടിന് സമർപ്പിച്ചു. കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കമിട്ട നവോത്ഥാന പ്രസ്ഥാനത്തിന്റെയും അതിൽ നെടുനായകത്വം വഹിച്ച നേതാക്കളുടെയും സ്മരണ നിലനിർത്താൻ കേരള ലളിതകലാ അക്കാദമി സംഘടിപ്പിച്ച നവോത്ഥാന ശില്പോദ്യാന ക്യാമ്പ് പയ്യന്നൂർ കാനായി മീൻകുഴി ടൂറിസ്റ്റ് സെന്ററിൽ സമാപിച്ചു. മുൻ MLA TV രാജേഷ് ശില്പങ്ങൾ നാടിന് സമർപ്പിച്ചു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി മുഖ്യാതിഥിയായി. ചടങ്ങിൽ ശില്പികളായ രമേശൻ നടുവിൽ, ടിനു KR, സന്തോഷ് മാനസം, പ്രണവ് കാരന്താറ്റിൽ, രാജേന്ദ്രൻ എരമം, നാരായണൻ നരീക്കാംവള്ളി, ഷാജി മാടായി, അനി കാനായി, ഷൈൻജിത്ത് കുഞ്ഞിമംഗലം, ഷിനു പാടിച്ചാൽ, ഷൈജു കൃഷ്ണ എന്നിവരെ ആദരിച്ചു. P. സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഉണ്ണി കാനായി, പയ്യന്നൂർ കുഞ്ഞിരാമൻ, രാജേഷ് കടന്നപ്പള്ളി, വിനോദ് പയ്യന്നൂർ, ബിജു പാണപ്പുഴ, VV ഗിരീഷ് കുമാർ, സത്യൻ കാനായി എന്നിവർ സംസാരിച്ചു. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നിരവധി പേരാണ് ശില്പങ്ങൾ കാണാൻ വന്നെത്തിയത്.
നിരവധി സ്കൂൾ വിദ്യാർത്ഥികളും നവോത്ഥാന ശില്പങ്ങൾ കാണാനായി എത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരളത്തിലെ സാമൂഹിക പശ്ചാത്തലത്തെ യു ഡി എഫ് പുതുയുഗയാത്രയ്ക്ക് മുന്നോടിയായി വരച്ചുകാട്ടി KPCC സംസ്കാര സാഹിതിയുടെ കലാജാഥ പ്രയാണം. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 10-ൽ പരം നാടക കലാകാരന്മാരാണ് കലാവതരണത്തിന് വേഷമിടുന്നത്. ഐക്യജനാധിപത്യ മുന്നണി നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയുടെ സന്ദേശ പ്രചരണ ഭാഗമായിട്ടാണ് സാംസ്കാരിക സാഹിതിയുടെ നേതൃത്വത്തിൽ കലാജാഥ അവതരിപ്പിച്ചു വരുന്നത്. വെള്ളിയാഴ്ച രാവിലെ കാഞ്ഞങ്ങാട് നിന്നാണ് KPCC സാംസ്കാരിക സമിതിയുടെ കലാജാഥ പ്രയാണം തുടങ്ങിയത്. 10 വർഷത്തെ LDF ഭരണത്തിലെ വീഴ്ചകൾ തുറന്നു കാട്ടുന്നതാണ് നാടകത്തിന്റെ ഇതിവൃത്തം. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 10-ൽ പരം നാടക കലാകാരന്മാരാണ് കള്ളനും കപ്പിത്താനും എന്ന നാടകത്തിൽ അഭിനയിക്കുന്നത്. സാംസ്കാരിക സാഹിതി സംസ്ഥാന ചെയർമാൻ CR മഹേഷിന്റേതാണ് ആശയം. സംസ്ഥാന വൈസ് പ്രസിഡന്റും നാടൻ കലാ അക്കാദമി മുൻ സെക്രട്ടറിയുമായ പ്രദീപ് കുമാർ പയ്യന്നൂരാണ് ആവിഷ്കാരം നിർവഹിച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന നാടകാവതരണം കാണാൻ ഒട്ടേറെ പേരെത്തി. തുടർന്ന് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ് എന്നിവിടങ്ങളിലെ അവതരണത്തിന് ശേഷം കണ്ണൂർ ടൗണിൽ ആദ്യ ദിനം സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുരക്ഷിത മാർഗ് ക്ലബിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ KL 86 എന്ന ഷോർട്ട് ഫിലിമിന്റെ പ്രകാശനം നടന്നു. പയ്യന്നൂർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ M സലീഷ് പ്രകാശനം ചെയ്തു. കൂട്ടുകാരൻ ഗ്രൂപ്പ്, SCMS കോളേജ് എന്നിവയുടെ സഹകരണത്തോടെ വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുരക്ഷിത മാർഗ് ക്ലബിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഷോർട്ട് ഫിലിം KL 86 പ്രകാശനം പയ്യന്നൂർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ M സലീഷ് നിർവഹിച്ചു. ഈ നിയമങ്ങൾ ലംഘിക്കുമ്പോൾ അവർ ഭയങ്കര ഒരു ഹീറോ ആവുന്ന പോലെ, അല്ലെങ്കിൽ അത് ചെയ്യുന്നവരോട് അവർക്കൊരു താല്പര്യം കൂടുതൽ, ഒരുപാട് ലൈഫൊക്കെ ഉള്ള വണ്ടി വെച്ച് വണ്ടി ഓടിക്കുന്ന ആൾക്കാരോട് ഒരു ഹരം ഇതൊക്കെ കാണുന്നത്. പക്ഷേ ഇവിടുത്തെ കുട്ടികൾ അതൊക്കെ വ്യത്യസ്തമായിട്ട് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കുള്ള ഫസ്റ്റ് എയ്ഡ് കിറ്റ് വിതരണവും നടന്നു. ഷോർട്ട് ഫിലിമിന്റെ പിന്നിൽ പ്രവർത്തിച്ച വിദ്യാർത്ഥികളായ ആദിൽ, അമൽ, ഗാഥ, ജഗൻദേവ്, പ്രണവ് എന്നീ കുട്ടികൾക്ക് മൊമെന്റോ നൽകി അനുമോദിച്ചു. പ്രിൻസിപ്പൽ K ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്റ്റർ സരള ചമഞ്ചേരി, അഞ്ജലി PV, വത്സൻ തെലപ്ര തുടങ്ങിയവർ സംസാരിച്ചു. അമിത വേഗതയിലുള്ള യാത്ര അപകടമുണ്ടാക്കുന്നു എന്നതാണ് ഷോർട്ട് ഫിലിമിന്റെ മുഖ്യ പ്രമേയം. കുട്ടികൾ തന്നെ രചനയും സംവിധാനവും ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ചു എന്ന പ്രത്യേകതയും ഈ ഷോർട്ട് ഫിലിമിനുണ്ട്. നിറഞ്ഞ സദസ്സിലാണ് ഷോർട്ട് ഫിലിം പ്രദർശനം നടന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. 6 വർഷമായി മുടങ്ങിക്കിടക്കുന്ന കണ്ണപുരം കാരങ്കാവ് ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവവും ക്ഷേത്ര നവീകരണവും വേണമെന്നാവശ്യപ്പെട്ട് ഭക്തജന സമിതി രംഗത്ത്. പ്രതിഷേധമെന്നോണം സമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിനകത്ത് ദീപാരാധനയും ഭജനയും സംഘടിപ്പിച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രസിദ്ധമായ ക്ഷേത്രമാണ് കണ്ണപുരം കാരങ്കാവ്. ഊരാളന്മാരാണ് ക്ഷേത്രത്തിന്റെ അവകാശികളെങ്കിലും ജനകീയ കൂട്ടായ്മയിലാണ് ഇവിടെ ഉത്സവം കൊണ്ടാടാറുള്ളത്. ഒരു നാടിന്റെ തന്നെ മഹോത്സവമായാണ് കാരങ്കാവിലെ ഉത്സവങ്ങൾ നടന്നുവരുന്നത്. വൈദ്യനാഥനായ കാരൻ ദൈവത്തിന്റെ അനുഗ്രഹം തേടി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടേക്ക് എത്താറുള്ളത്. ഉത്സവത്തിന്റെ ഭാഗമായുള്ള തേങ്ങയേറും ഏറെ പ്രസിദ്ധമാണ്. രോഗശമനത്തിനായി നിരവധി ഭക്തർ ഉത്സവ സമയത്ത് ഇവിടെ ഭജനയിരിക്കാറുണ്ട്. കഴിഞ്ഞ 6 വർഷക്കാലമായി ഇവിടുത്തെ കളിയാട്ട മഹോത്സവം മുടങ്ങിക്കിടക്കുകയാണ്. ക്ഷേത്ര നവീകരണം നടത്തണമെന്നും കാരൻ ദൈവത്തെ കാണാൻ അവസരം ഒരുക്കണമെന്നുമാണ് ഭക്തജനങ്ങൾക്ക് പറയുവാനുള്ളത്. ഏകദേശം 1200 വർഷത്തോളം പഴക്കമുള്ള വളരെ പ്രസിദ്ധമായ വൈദ്യനാഥ ക്ഷേത്രമായ കാരങ്കാവ് എന്ന് പറയുന്ന നമ്മുടെ ഈ പുണ്യഭൂമി, അവിടെ കാലാകാലങ്ങളിലായി നടന്നു വരുന്ന ഉത്സവം മുടങ്ങിയിട്ട് ഏതാണ്ട് 6 വർഷത്തോളമായി. ഇതിന് പ്രധാനപ്പെട്ട കാരണം 4 കുടുംബാംഗങ്ങൾ അവകാശികളായി വരുന്ന ഈ ക്ഷേത്രത്തിൻ്റെ അധികാര തർക്കമാണ്. ആരാണ് ഏറ്റവും മുകൾത്തട്ടിലുള്ളത്, ആരാണ് സമ്പത്ത് കൈകാര്യം ചെയ്യേണ്ടത്, ആർക്കാണ് ക്ഷേത്രത്തിൻ്റെ ഉന്നത പദവി അലങ്കരിക്കേണ്ടത് എന്നതിനൊക്കെ കുറിച്ചിട്ടുള്ള പിടിവാശി കാരണം നാട്ടിലുള്ള ഭക്തന്മാർ, അതായത് കാസർഗോഡ് തൊട്ട് ഏകദേശം മലപ്പുറം ജില്ലയിൽ വരെയുള്ള ആളുകൾ നിരന്തരം ഏകദേശം ഒരു ദിവസം 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവാഘോഷ ചടങ്ങിൽ ഏകദേശം 400-500 ഭക്തന്മാർ ഭജനയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പുണ്യഭൂമിയാണ് ഈ കാരങ്കാവ് ക്ഷേത്രം എന്ന് പറയുന്നത്. കളിയാട്ടം നടത്താത്തതുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കാൻ നിരവധി ചർച്ചകൾ നടന്നെങ്കിലും അതൊന്നും ഫലവത്തായില്ല. ഭക്തജന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമെന്നോണം ക്ഷേത്രത്തിൽ 5 ദിവസം ദീപാരാധനയും ഭജനയും സംഘടിപ്പിക്കുകയാണ്. മുടങ്ങിപ്പോയ ചടങ്ങുകളും കളിയാട്ട മഹോത്സവവും പുനരാരംഭിക്കണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നു.
ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഭക്തജന സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ പ്രതിഷേധ പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത്. ശനിയാഴ്ച പ്രതിഷേധ കൂട്ടായ്മയും ജാഥയും സംഘടിപ്പിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കൃഷിയും സംസ്കാരവും പൈതൃകവും വിപണനവും ഒപ്പം വിനോദവും കോർത്തിണക്കി പിലിക്കോട് ഉത്തരമേഖല പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ തിരുമുമ്പ് ഹെറിറ്റേജ് അഗ്രി ടൂറിസം സെന്റർ ഫെബ്രുവരി 8 തുറക്കും. രാവിലെ 11:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള കാർഷിക സർവകലാശാലയുടെ നൂതന കാർഷിക സംരംഭമായി മാറുകയാണ് അഗ്രി ടൂറിസം സെന്റർ. പിലിക്കോട് കേന്ദ്രത്തിന്റെ 10 ഹെക്ടർ സ്ഥലമാണ് ഹെറിറ്റേജ് അഗ്രി ടൂറിസം സെന്ററാക്കി മാറ്റിയെടുത്തത്. 2018 ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ ടി വനജ തിരുമുമ്പ് ഭവനത്തിന്റെ ചുമതലയിലെത്തിയതോടെ 2 കോടി രൂപയുടെ പദ്ധതി സമർപ്പിച്ചതാണ് അംഗീകരിക്കപ്പെട്ടത്. തുടർന്ന് കവിഭവനം നിലനിർത്തിക്കൊണ്ട് പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ തിരുമുമ്പ് ഹെറിറ്റേജ് അഗ്രി ടൂറിസം കേന്ദ്ര സമുച്ചയം ഒരുക്കുന്ന പ്രക്രിയ 2020 ആരംഭിച്ചത്. സസ്യോൽപാദനം മാത്രമല്ല, മൃഗസംരക്ഷണം, മത്സ്യകൃഷി, പക്ഷി വളർത്തൽ തുടങ്ങിയ മേഖലകളെ കൂടി സമന്വയിപ്പിച്ചാൽ മാത്രമേ പൂർണ്ണതോതിൽ കൃഷിയാകൂ എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് തിരുമുമ്പ് സംസ്കൃതി പഠന കേന്ദ്രം എന്ന ഈ ഹെറിറ്റേജ് അഗ്രി ടൂറിസം സെന്റർ സ്ഥാപിച്ചിട്ടുള്ളത്. കുട്ടികൾക്കും ഗവേഷകർക്കും കർഷകർക്കും പഠന പരിശീലന കേന്ദ്രമായി ഇത് മാറും. ഫെബ്രുവരി 8 രാവിലെ 11:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ തിരുമുമ്പ് ഹെറിറ്റേജ് അഗ്രി ടൂറിസം സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കൃഷിമന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിക്കും. ചമയം ഓഡിറ്റോറിയം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്യും. കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോക് മുഖ്യ പ്രഭാഷണം നടത്തും. സംസ്കൃതി പാർക്ക് എം രാജഗോപാലൻ MLA യും ദർപ്പണം എക്സിബിഷൻ ഹാൾ ഇ ചന്ദ്രശേഖരൻ MLA യും യന്ത്രകലവറ CH കുഞ്ഞമ്പു MLA യും നാട്ടുത്സവശാല NA നെല്ലിക്കുന്ന് MLA യും കുട്ടികളുടെ ഉദ്യാനം MKM അഷ്റഫ് MLA യും ഹരിതവനവും പച്ചത്തുരുത്തും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാമും ബാംബു പാർക്ക് ജില്ലാ കലക്ടർ K ഇമ്പശേഖറും ശലഭോദ്യാനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM മീനാകുമാരിയും വിദേശ ഫലവൃക്ഷത്തോട്ടം പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കുഞ്ഞിരാമനും ഊട്ടുപുരയുടെ ഉദ്ഘാടനം കാസർഗോഡ് പാക്കേജ് സ്പെഷ്യൽ ഓഫീസർ വി ചന്ദ്രനും നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ കേന്ദ്ര മേധാവി ഡോക്ടർ ടി വനജ, PK രതീഷ്, ഡോക്ടർ KV സുമേഷ്, സാബു ജോസഫ്, M ഗീത എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ കമ്മിറ്റി യോഗത്തിൽ നിന്നും LDF ഇറങ്ങിപ്പോയി. പഞ്ചായത്ത് ഭരണത്തിൽ UDF പക്ഷപാതിത്വ നിലപാട് സ്വീകരിക്കുന്നുവെന്നാരോപിച്ചാണ് LDF ആസൂത്രണ കമ്മിറ്റി യോഗം ബഹിഷ്കരിച്ചത്. ഗ്രാമസഭകൾ പാർട്ടി ഓഫീസുകളിൽ നടത്തി തികച്ചും പക്ഷപാതിത്വ നിലപാടുകൾ എടുത്തുവെന്നും വലിയപറമ്പ് പഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള ആസൂത്രണ സമിതിയിലേക്കും വർക്കിംഗ് ഗ്രൂപ്പുകളിലേക്കും പുനഃസംഘടന നടക്കുമ്പോൾ UDF അംഗങ്ങളെ മാത്രം ഉൾപ്പെടുത്തുന്നുവെന്ന ആരോപണങ്ങളും LDF ആരോപിച്ചു. LDF വലിയപറമ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആസൂത്രണ കമ്മിറ്റി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് വലിയപറമ്പ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ LDF ജനപ്രതിനിധികളും LDF പ്രവർത്തകരും ധർണാ സമരം നടത്തി. CPM തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി അംഗവും ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ VV സജീവൻ ഉദ്ഘാടനം ചെയ്തു. ആ തരത്തിലാണ് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ UDFന്റെ പുതിയ ഭരണസമിതി. ഈ പഞ്ചായത്ത് രൂപീകൃതമായി 48 വർഷങ്ങൾക്കിപ്പുറം ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഭരണസമിതിയെ ഞങ്ങൾ കാണുന്നത്. പഞ്ചായത്ത് ഭരണസമിതികളിൽ ഭരണപ്രതിപക്ഷമില്ല എന്ന് നമുക്കറിയാം. എന്നാൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടാണ് ഈ കഴിഞ്ഞ ഭരണസമിതി വരെയുള്ള വ്യത്യസ്ത കാലത്തെ ഭരണസമിതികൾ മുമ്പോട്ട് പോയിട്ടുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ പഞ്ചായത്തിന്റെ ഭരണസമിതി വന്ന ശേഷം ഇവിടുത്തെ പഞ്ചായത്ത് എങ്ങനെ ഭരിക്കണമെന്ന് മറ്റു ചില ആളുകൾ തീരുമാനിക്കപ്പെടുന്ന തലത്തിലേക്കാണ് ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ഈ പഞ്ചായത്തിന്റെ ഓരോ പഞ്ചായത്തിന്റെയും പഞ്ചവത്സര പദ്ധതികൾ ഇത് 2026-27 വാർഷിക പദ്ധതി രൂപീകരണ വേളയിലാണ് നാടൊന്നാകെ, സംസ്ഥാനം ഒന്നാകെ ഉള്ളത്. കാരണത്ത് മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. P ശ്യാമള, EK മല്ലിക, K മനോഹരൻ, VV ഉത്തമൻ എന്നിവർ സംസാരിച്ചു. ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, ജില്ലാ കലക്ടർ, ജോയിന്റ് ഡയറക്ടർ, വകുപ്പ് മന്ത്രി എന്നിവർക്ക് LDF പരാതി നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ നഗരസഭ നവകേരളത്തിന് ജനകീയാസൂത്രണം 2026-27 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി ഭിന്നശേഷിക്കാരുടെ യോഗം ചേർന്നു. പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭ നവകേരളത്തിന് ജനകീയാസൂത്രണം 2026-27
വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി ഭിന്നശേഷിക്കാരുടെ യോഗം ചേർന്നു. പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ പി ശ്യാമള അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ഭിന്നശേഷിക്കാരുടെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും 2026-27 വാർഷിക പദ്ധതിയിൽ വരേണ്ട പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രധാന നിർദ്ദേശങ്ങളും അവതരിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭാ സൂപ്രണ്ട് മധു എം രാമകൃഷ്ണൻ, ടി.വി. ഷീബ, ഇ.ടി. പത്മനാഭൻ, സതി സി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ കർഷക സഭയും കൃഷി സമൃദ്ധി പഞ്ചായത്ത് തല ശില്പശാലയും നടത്തി. പഞ്ചായത്ത് തല കാർഷിക വികസന മാസ്റ്റർ പ്ലാൻ വർക്ക്ഷോപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി രത്നവല്ലി ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൽ കർഷകരുടെ ഉന്നമനവും കാർഷിക മേഖലയുടെ വികസനവും ലക്ഷ്യമിട്ട് കർഷക സഭയും കൃഷി സമൃദ്ധി പഞ്ചായത്ത് തല ശില്പശാലയും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി രത്നവല്ലി നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രവി എം വി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുമേഷ് എം വി കർഷക സഭയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് വിശദീകരണം നൽകി. വി രമേശൻ, കൃഷി ഓഫീസർ ജയരാജൻ നായർ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം കൃഷി സമൃദ്ധി പദ്ധതിയും മൈക്രോ പ്ലാൻ രൂപീകരണവും എന്ന വിഷയത്തിൽ രമേശൻ പേരൂൾ ക്ലാസ് നയിച്ചു. പ്രാദേശിക കാർഷിക ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുള്ള പദ്ധതി ആസൂത്രണത്തിന് ശില്പശാല ഊന്നൽ നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ നഗരസഭയിലെ 2025-26 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം അംഗനവാടി കുട്ടികൾക്കുള്ള മുട്ടക്കോഴി വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം ഏച്ചിലാംവയൽ അംഗനവാടി വായനശാല പരിസരത്ത് നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭ 2025-26 ജനകീയാസൂത്രണ പദ്ധതിയിൽ അങ്കണവാടി കുട്ടികൾക്കുള്ള മുട്ടക്കോഴി വിതരണോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി നിർവഹിച്ചു. കുറേയേറെ ആളുകൾ ജോലിയിലെ അമ്മമാരാണ് മഹാഭൂരിപക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ വീട്ടിൽ എങ്ങനെയാണ് ഈ കോഴിക്കുഞ്ഞിയെ കൊണ്ടുപോകാൻ ആരാൻ നോക്കുക, ഇത്യാദി പ്രശ്നമൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിന് സൗകര്യമുള്ളവരെ തിരഞ്ഞെടുത്ത് കൊടുക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും 400 ആളുകൾ ഈ കോഴിക്കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടി പറ്റുന്നൊരു പദ്ധതി നമ്മളിപ്പോൾ തയ്യാറായിട്ടുണ്ട്. അത് ഇന്നത്തോടു കൂടി നമ്മൾ കൊടുക്കുകയും ചെയ്യും. നമ്മളോട് പറയാനുള്ളത് വളരെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ അനിൽകുമാർ പദ്ധതി വിശദീകരണം നടത്തി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി മോഹനൻ മാസ്റ്റർ, നഗരസഭാ കൗൺസിലർമാരായ കെ വി ജ്യോതി, കെ ശ്രീജ, മുൻ നഗരസഭാ കൗൺസിലർ ഇ ഭാസ്കരൻ, ICDS സൂപ്പർവൈസർ മായ ജ്യോതി തുടങ്ങിയവർ സംസാരിച്ചു. പയ്യന്നൂർ നഗരസഭയിലെ അങ്കണവാടികളിലെ കുട്ടികൾക്ക് 2 മാസം പ്രായമായ 5 വീതം മുട്ടക്കോഴികളെയാണ് വിതരണം ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മനോഹരമായ ശില്പം ഒരുക്കി ശ്രദ്ധ നേടുകയാണ് ചിത്രൻ കുഞ്ഞിമംഗലം. ഇന്ദിരാഗാന്ധിയുടെ ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും മുഖഭാവത്തിലൂടെ പകർത്തിയ ഈ ശില്പം കലാപ്രേമികളുടെയും ചരിത്രസ്നേഹികളുടെയും മനം കവർന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ 5ാമത്തെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയുമായ ഇന്ദിരാഗാന്ധിയുടെ ഒരു മനോഹരമായ ശില്പം ഒരുക്കിയിരിക്കുകയാണ് കുഞ്ഞിമംഗലത്തെ ചിത്രൻ ചേട്ടൻ. ചേട്ടാ, ഇത് എന്തിനു വേണ്ടി ചെയ്തതാ? എവിടെയൊക്കെ ചെയ്തതാ? ഇത് നമ്മുടെ പയ്യന്നൂരേക്ക് വേണ്ടിയിട്ടാണ് ഈ ശില്പം ചെയ്തിരിക്കുന്നത്. പയ്യന്നൂർ വെള്ളൂരിലുള്ള പുതിയങ്കാവ് റോഡിലുള്ള പ്രിയദർശിനി കലാവേദിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ശില്പം നിർമ്മിച്ചത്. അതേപോലെ പുതിയൊരു കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നിലായിട്ടാണ് ഈ ഒരു ശില്പം സ്ഥാപിക്കുന്നത്. ഇതിപ്പോൾ എന്തിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്? ഇത് വെങ്കല നിറത്തിൽ ഫൈബർ ഗ്ലാസ്സിലാണ് ഈ ശില്പം നിർമ്മിച്ചത്. ആദ്യം നമ്മൾ അതിൻ്റെ കളിമണ്ണിലെ മോഡൽ ശില്പം ഉണ്ടാക്കുകയും അതിനുശേഷം പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ മോൾഡ് ചെയ്തതിന് ശേഷം പിന്നീടാണ് അതിൻ്റെ ഈ കാണുന്ന രീതിയിൽ ഫൈബർ ഗ്ലാസ്സിലേക്ക് അതിന് ശില്പം നിർമ്മിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് സഹായികളെ കുറിച്ചാണ് അല്ലേ? ചേട്ടന് സഹായികളെ കുറിച്ച് 2 വാക്ക് പറയാം. ഇതിൽ സഹായികളായിട്ടുള്ളത് ഒന്ന് ചിത്ര എന്ന് പറഞ്ഞിട്ട്, ചിത്രമൊക്കെ എൻ്റെ അനുജത്തിയാണ്. അതേപോലെ സുദർശൻ, പിന്നെ അർജുൻ തുടങ്ങിയവരെല്ലാം ഇതിന് സഹായികളായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. പൊതുവെ ഇന്ദിരാഗാന്ധിയുടെ ശില്പങ്ങൾ വളരെ കുറവാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. ഇപ്പോൾ ചേട്ടൻ ചെയ്തതിൽ ഇന്ദിരാഗാന്ധിയുടെ മുടിയുടെ നിറം, അങ്ങനെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചാണല്ലേ ചെയ്തത്. എത്ര ദിവസം എടുത്തു ഇത് ചെയ്ത് തീർക്കാൻ? ഇത് ഏകദേശം ശില്പം 3 മാസത്തോളം സമയം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ റെഫറൻസും അതിൽ കൂടുതൽ ചെയ്തിട്ടുണ്ടാവും. എന്ന് വിചാരിച്ചാൽ മറ്റ് സമര നേതാക്കളുടെ അല്ലെങ്കിൽ നവോത്ഥാന നായകരുടെയൊക്കെ ശില്പം, ഇപ്പോൾ ശ്രീനാരായണ ഗുരു, EMS, AKG, അങ്ങനെ പല ശില്പങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഇന്ദിരാഗാന്ധിയുടെ ശില്പം എന്ന് പറയുന്നത്.
ഈ ശില്പം ചെയ്യുന്ന സമയത്തുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇവരുടെ ഒരു മുടിയുടെ ഒരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ സാധാരണ സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് പെട്ടെന്ന് എടുത്തു പറയേണ്ട ഒരു ഇതാണ്. അപ്പോൾ അതിൽ അതുപോലെ ആ നര വീണിരിക്കുന്നത് നമുക്ക് ഇന്ദിരാഗാന്ധി എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം കൂടിയാണ്. ഇന്ത്യയുടെ ഉരുക്ക് വനിതയുടെ മനോഹരമായ ശില്പം തന്നെയാണ് ചിത്രൻ ചേട്ടൻ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്. പെരുവാമ്പ വിജയ വായനശാല ആൻഡ് ഗ്രന്ഥാലയം റിപ്പബ്ലിക് സദസ്സ് സംഘടിപ്പിച്ചു. പെരുവാമ്പ ഭണ്ഡാരപ്പുര പരിസരത്തു നടന്ന പരിപാടിയിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ KV സുനുകുമാർ പ്രഭാഷണം നടത്തി. പെരുവാമ്പ വിജയ വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് സദസ്സ് സംഘടിപ്പിച്ചു. പെരുവാമ്പ ഭണ്ഡാരപ്പുര പരിസരത്ത് നടന്ന പരിപാടിയിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ KV സുനുകുമാർ പ്രഭാഷണം നടത്തി. PP ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച ജില്ലാതല വായനാ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ C രേഷ്മയെ വേദിയിൽ വെച്ച് അനുമോദിച്ചു. കൃഷ്ണൻ TNB അനുമോദനം നിർവഹിച്ചു. P ഭാസ്കരൻ, രവീന്ദ്രൻ P, TV പത്മനാഭൻ, ദേവകി M, അബ്ദുൾ ജബ്ബാർ, അമേയ PP, P ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുതാഴം രാഘവപുരം ക്ഷേത്രം ഹനുമാരമ്പലം കൊടിയേറ്റ മഹോത്സവത്തിന് ജനത്തിരക്കേറുന്നു. ഫെബ്രുവരി 10 മഹോത്സവം സമാപിക്കും. ചെറുതാഴം രാഘവപുരം ക്ഷേത്രം ഹനുമാരമ്പലം കൊടിയേറ്റ മഹോത്സവത്തിന് ജനത്തിരക്കേറുന്നു. വ്യാഴാഴ്ച രാവിലെ മുതൽ ഉത്സവ ബലി, വൈകിട്ട് കാഴ്ചശീവേലി, തിടമ്പ് നൃത്തം തുടങ്ങിയവ നടന്നു. തുടർന്ന് ചെറുതാഴം രാഘവപുരം ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും കഥകളി കലാകാരന്മാർക്ക് നൽകി വരുന്ന വാരണക്കോട് കഥകളി പുരസ്കാരം കുറൂർ വാസുദേവൻ നമ്പൂതിരിക്ക് ബദരീനാഥ് മുൻ റാവൽജി ചന്ദ്രമന ഈശ്വരപ്രസാദ് നമ്പൂതിരി നൽകി. ചടങ്ങിൽ ക്ഷേത്രം പാരമ്പര്യ ട്രസ്റ്റി ബ്രഹ്മശ്രീ വാരണക്കോട് ഗോവിന്ദൻ നമ്പൂതിരി അധ്യക്ഷനായി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോക്ലോർ മുൻ മേധാവി ഡോക്ടർ EK ഗോവിന്ദവർമ്മ രാജ ആദരഭാഷണം നടത്തി. എക്സിക്യൂട്ടീവ് ഓഫീസർ CP ബീന, സേവാ സമിതി വൈസ് പ്രസിഡന്റ് കുപ്പത്തി രാമചന്ദ്രൻ, ഉത്സവാഘോഷ കമ്മിറ്റി വൈസ് ചെയർമാൻ KP ദാമോദരൻ മാസ്റ്റർ, രവീന്ദ്രൻ പുതിയടത്ത്, ക്ഷേത്രം മാനേജർ KV ഗോകുലാനന്ദൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കല്യാണ സൗഗന്ധികം കഥകളിയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കുഞ്ഞിമംഗലം GCUP സ്കൂളിൽ ബാലസൗഹൃദ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. കുട്ടികളിൽ ആരോഗ്യകരമായ ശീലങ്ങളും സാമൂഹിക പ്രതിബദ്ധതയും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂളിൽ ബാലസൗഹൃദ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. പയ്യന്നൂർ ബ്ലോക്ക് തീമാറ്റിക് കിള എക്സ്പെർട്ടുകളായ അനുഷ E, അശ്വതി PC എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. കുട്ടികൾ നിത്യജീവിതത്തിൽ പകർത്തേണ്ട പ്രധാനപ്പെട്ട 4 വിഷയങ്ങളായ പരിസര ശുചിത്വം, വ്യക്തി ശുചിത്വം, ആരോഗ്യശീലങ്ങൾ, ലഹരിവിരുദ്ധത എന്നീ വിഷയങ്ങളിലാണ് ക്ലാസുകൾ നടന്നത്. സ്കൂൾ വികസന സമിതി ചെയർമാൻ PV പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ വിനോദ് കുമാർ MV, SRG കൺവീനർ ശ്രീജ MK എന്നിവർ. ക്ലായിക്കോട് മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചു. മാറുന്ന കാലത്തെ മാധ്യമ പ്രവർത്തന രീതികൾ സെമിനാറിൽ ചർച്ച ചെയ്തു. മാറുന്ന കാലത്തെ മാധ്യമ പ്രവർത്തന രീതികൾ ചർച്ച ചെയ്ത് സെമിനാറുമായി ക്ലായിക്കോട് പെരുങ്കളിയാട്ടം ആഘോഷ കമ്മിറ്റി. വാർത്ത, ചിരിയും ചിന്തയും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ മാധ്യമപ്രവർത്തകരായ PV കുട്ടൻ കൈരളി, ഉദിനൂർ സുകുമാരൻ കേരള കൗമുദി, സുധീരൻ മയിച്ച മലയാള മനോരമ എന്നിവർ പങ്കെടുത്തു. ആധുനിക കാലത്ത് ദുരന്തങ്ങൾ പോലും ആഘോഷമായി മാറുകയാണെന്ന് സെമിനാറിൽ സംസാരിച്ച് PV കുട്ടൻ അഭിപ്രായപ്പെട്ടു. റേറ്റിംഗിന്റെ പിറകിൽ പോകുമ്പോൾ പലരും യഥാർത്ഥ വാർത്തകൾ കാണാതെ പോവുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആൻഡ്രോയിഡ് ഫോണിന്റെ കാലത്ത് എല്ലാവരും മാധ്യമപ്രവർത്തകരാവുകയാണെന്നും ഇതിനും 2 വശങ്ങളുണ്ടെന്നും സെമിനാറിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. എല്ലാവരും മാധ്യമപ്രവർത്തകരാകുമ്പോൾ വാർത്തയുടെ ആധികാരികത ചോദ്യം ചെയ്യപ്പെടുന്നുവെന്നും സെമിനാർ നിരീക്ഷിച്ചു. മാധ്യമപ്രവർത്തകൻ KV മധു ചർച്ച നിയന്ത്രിച്ചു. മീഡിയ കമ്മിറ്റി ചെയർമാൻ രാഘവൻ മാണിയാട്ട് അധ്യക്ഷനായി. മീഡിയ കമ്മിറ്റി കൺവീനർ N പ്രശാന്ത് സ്വാഗതം പറഞ്ഞു. പിലിക്കോട് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ പടുവളം ഏക്കച്ചിയിൽ പണിത ഭണ്ഡാരപ്പുരയുടെ സമർപ്പണം നടത്തി. ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം പ്രവർത്തിക്കാർ AV ബാലന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. കാഞ്ഞങ്ങാട് വിശ്വകർമ്മ ക്ഷേത്രം ശ്രീ ഹരിചന്ദ്ര പുരോഹിതരുടെ നേതൃത്വത്തിലാണ് കർമ്മങ്ങൾ നടന്നത്. 1 വർഷം കൊണ്ടാണ് ഭണ്ഡാരപ്പുരയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 100-ൽ പരം കുടുംബങ്ങളുടെ നേതൃത്വത്തിലാണ് 14 ലക്ഷം രൂപ ചിലവിൽ ഭണ്ഡാരപ്പുര നിർമ്മിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 9:20-നും 10:20-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് സമർപ്പണം നടന്നത്. ചടങ്ങിൽ വിവിധ ക്ഷേത്രങ്ങളിലെ സ്ഥാനികന്മാരും
കുറുമ്പ ഭഗവതി ക്ഷേത്രം അംഗങ്ങളും മാതൃസമിതി അംഗങ്ങളും വിവിധ സാമുദായിക ഭാരവാഹികളും നാട്ടുകാരും പങ്കെടുത്തു. പുലർച്ചെ ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങ് ആരംഭിച്ചത്. ഉച്ചയ്ക്ക് അന്നദാനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കവിണിശ്ശേരി വയൽ വടക്കേ വളപ്പിൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് കണ്ടനാർകേളൻ തെയ്യം കെട്ടിയാടിയ കോലധാരി വി അഭിജിത്തിന് ട്രസ്റ്റിന്റെയും നാട്ടുകാരുടെയും സ്നേഹാദരം. ദേവസ്ഥാനം കോമരം കെ കണ്ണൻ അഭിജിത്തിനെ പൊന്നാടയണിയിച്ചു. കവിണിശ്ശേരി സ്വദേശിയായ അഭിജിത്ത് ആദ്യമായാണ് കണ്ടനാർകേളൻ തെയ്യക്കോലം കെട്ടിയാടുന്നത്. ദേവസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ വെച്ച് ദേവസ്ഥാനം കോമരം കെ കണ്ണൻ അഭിജിത്തിനെ പൊന്നാടി അണിയിച്ചു. ലക്ഷ്മണൻ ചെറുകുന്ന് ഉപഹാര സമർപ്പണം നിർവഹിച്ചു. എം രാജൻ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സാധാരണക്കാരന്റെ അന്നം മുട്ടിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് കർഷക സംഘം പാപ്പിനിശ്ശേരി ഏരിയ പ്രസിഡന്റ് പി ഷാജിർ. കർഷക തൊഴിലുറപ്പ് തൊഴിലാളികൾ ചെറുകുന്ന് BSNL ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഷാജിർ. സാധാരണക്കാരന്റെ അന്നം മുട്ടിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് കേന്ദ്രം നടത്തുന്നത് എന്നും കർഷക സംഘം പാപ്പിനിശ്ശേരി ഏരിയ പ്രസിഡന്റ് പി ഷാജിർ പറഞ്ഞു. കർഷക തൊഴിലുറപ്പ് തൊഴിലാളികൾ ചെറുകുന്ന് BSNL ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി ഷാജിർ. UP ഗവൺമെന്റിന്റെ കാലത്ത് ഇടതുപക്ഷത്തിന്റെ ശക്തമായ പിന്തുണയോടെയാണ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത്. ഇത് ഗ്രാമീണ കാർഷിക മേഖലയിലെ മുന്നേറ്റത്തിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. എന്നാൽ പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്നും കർഷക സംഘം പാപ്പിനിശ്ശേരി ഏരിയ പ്രസിഡന്റ് പി ഷാജിർ പറഞ്ഞു. കണ്ണപുരം പഞ്ചായത്ത് ഓഫീസിന് സമീപത്തു നിന്നാണ് പ്രകടനം ആരംഭിച്ചത്. പി വിദ്യ അധ്യക്ഷത വഹിച്ചു. KV രാജേഷ്, P വിജയൻ, K രമേശൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തെയ്യക്കോലങ്ങളും തിടമ്പ് നൃത്തവും അനുഷ്ഠാനപരമായി ഒരുമിച്ച് നടന്നുവരുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നായ കണ്ണപുരം മൊട്ടമ്മലിലെ തീണ്ടക്കര ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ ഇക്കൊല്ലത്തെ കളിയാട്ട മഹോത്സവം ഭക്തിസാന്ദ്രമായി സമാപിച്ചു. കളിയാട്ട മഹോത്സവത്തിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത്. കണ്ണപുരം മൊട്ടമ്മലിലെ തീണ്ടക്കര ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രം നാടിന്റെ വിശ്വാസവും ഐതിഹ്യവും ഒരുമിച്ച് ചേരുന്ന പുണ്യസ്ഥലം. തെയ്യക്കോലങ്ങളുടെയും തിടമ്പ് നൃത്തത്തിന്റെയും ദിവ്യ സാന്നിധ്യമുണ്ടിവിടെ. തലമുറകളായി തുടർന്നു വരുന്ന അനുഷ്ഠാനങ്ങളാണ് ഇവിടെ ഓരോ ഉത്സവ ദിനത്തെയും വ്യത്യസ്തമാക്കിയത്. ചുറ്റുവിളക്കുകളുടെ പ്രകാശത്തിൽ മഹോത്സവത്തിന് ഭക്തിപൂർണമായ തുടക്കം കുറിച്ചു. നിറമാലയും തായമ്പകയും ക്ഷേത്ര പരിസരം ഉണർത്തി. നിറമാലയ്ക്ക് ശേഷം തോറ്റം പുറപ്പാടും നടന്നു. അനുഗ്രഹവർഷം ചൊരിഞ്ഞ് വെള്ളാട്ടം, തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. സമാപന ദിവസം ഉച്ചപൂജ, ശ്രീഭൂതബലി എന്നിവയ്ക്ക് ശേഷം പ്രധാന ആകർഷണമായ തിടമ്പ് നൃത്തം അരങ്ങേറി. വേട്ടക്കുരുമകനെ ആരാധിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ദേവസാന്നിധ്യം എഴുന്നള്ളിക്കുന്നതിന്റെ പ്രതീകമായാണ് തിടമ്പ് നൃത്തം കണക്കാക്കപ്പെടുന്നത്. ദൈവിക ശക്തി ജനങ്ങളിലേക്ക് പകരുന്ന അനുഷ്ഠാനമായി ഇത് വിശ്വാസികൾ കാണുന്നു. വിശ്വാസത്തിന്റെയും കലാപാരമ്പര്യത്തിന്റെയും സംഗമമായി മാറി ഈ കളിയാട്ട മഹോത്സവം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി സത്സംഗവേദി 15ാം വാർഷികാഘോഷം ഫെബ്രുവരി 9 തിങ്കളാഴ്ച പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടക്കും. സ്വാമി ഉദിത് ചൈതന്യ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി സത്സംഗവേദി ആധ്യാത്മിക സാംസ്കാരിക രംഗത്ത് 15 വർഷമായി സജീവമായി പ്രവർത്തിച്ചു വരുന്നു. സുബ്രഹ്മണ്യ സ്വാമി സത്സംഗവേദിയുടെ ആശയങ്ങളും സന്ദേശങ്ങളും കൂടുതൽ സുമനസ്സുകളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി ഫെബ്രുവരി 9 തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് പയ്യന്നൂർ സുബ്രഹ്മണ്യ ക്ഷേത്ര കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഉദിത് ചൈതന്യ സ്വാമിജിയെ പൂർണ്ണകുംഭത്തോടെ സ്വീകരിക്കും. കൈരളി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വാർഷികാഘോഷ പരിപാടി സ്വാമി ഉദിത് ചൈതന്യ ഉദ്ഘാടനം ചെയ്ത് ആത്മീയ പ്രഭാഷണം നടത്തും. തുടർന്ന് ശാസ്ത്രീയ നൃത്തവിരുന്നും ഉണ്ടാകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. TTV രാഘവൻ മാസ്റ്റർ, PS രാമനാഥ അയ്യർ, VA രാഘവ പൊതുവാൾ, അത്തായി വിജയൻ, KU ഗോവിന്ദ പൊതുവാൾ, CV രാജഗോപാലൻ, MV രാഘവൻ, TA രാധാകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.